Creation demands pure energy of nature. ഒരു സൃഷ്ടിയിൽ ചേരുവകൾ അതത് ഇടങ്ങളിൽ ഉരുവാകുമ്പോഴല്ല, ചേർന്ന് ഇഴുകുമ്പോഴാണ് ഏറ്റവും അധികം ഊർജം വിനിയോഗിക്കപ്പെടുന്നത്. ബാഹ്യകേളികളല്ല രതിയിലെ ഏറ്റവും അധികമായ ഊർജ വിനിയോഗി സ്ഖലനമത്രേ. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശുഭകരമാകട്ടെ ദിനം, സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. സൃഷ്ടി ഊർജത്തെ വല്ലാതെ ആകർഷിക്കുന്ന ഒന്നാണ്. ജീവിതത്തിൽ എല്ലായിടത്തും എല്ലാ നിമിഷങ്ങളും സൃഷ്ടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശരീരകോശങ്ങൾ സൃഷ്ടിയുടെ വഴിയിലൂടെയാണ് ചയാപചയ പ്രവർത്തനങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ശ്വാസം എടുക്കുന്ന സമയത്ത് ഒക്കെ സൃഷ്ടി നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ നാം എന്ന സത്തയ്ക്ക് സൃഷ്ടിയുടെ തലം ബോധ്യമാകുന്നത് രതിയിലാണ് എന്ന് മാത്രം. രതി എന്ന് പറയുന്നത് എല്ലാ സൃഷ്ടിയുടെയും മുന്നിലുള്ള മുന്നൊരുക്കമാണ്. സൃഷ്ടിയുടെ പുറകിലുള്ള ഒരു രാസക്രിയയാണ്. ഈ രാസക്രിയ എന്ന് പറയുന്നത് ഊർജത്തെ അതിന്റെ പരിസരത്ത് നിന്നും സ്വീകരിച്ചുകൊണ്ടാണ് നടത്തപ്പെടുന്നത്. ഓരോ പ്രക്രിയകളും, ചയാപചയ പ്രക്രിയ എന്ന് പറയുമ്പോൾ ശരീരത്തിനകത്തേക്കുള്ള പോഷണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അതിന്റെ പരിസരത്ത് നിന്നും സ്വീകരിച്ചുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതിന്റെ ദഹന പ്രക്രിയ നടക്കുന്നു, സ്വീകരണം, സ്വാംശീകരണം, ഒഴിവാക്കൽ എന്നുള്ള പ്രക്രിയകളിലൂടെ കടന്നു പോകുന്നു. ആ സ്വാംശീകരിക്കപ്പെട്ടിട്ടുള്ള പോഷകങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെടുന്നു. ഈ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെടുന്നവയിലെ ഒരു ഭാഗം ശരീരപ്രവർത്തനങ്ങളുടെ ഒരു ചാലനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എന്നാൽ അതിനുമേറെ ആ ചാലനത്തിന് ഉപയോഗിക്കപ്പെടുന്നത് വെളിയിൽ നിന്നും ശരീരപ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകാൻ പാകത്തിലുള്ള ഒരു ഊർജമാണ്. ശരീരപ്രവർത്തനങ്ങളുടെ പോഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്ന പോഷകങ്ങൾ, ശരീരത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി, മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ന്യൂട്രിയൻസ് എല്ലാം തന്നെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെടുകയും അവയെല്ലാം സ്വാംശീകരിക്കുകയും ഒക്കെ ചെയ്യും. ഈ പ്രക്രിയകളിലെല്ലാം തന്നെ ഊർജം വിനിയോഗിക്കപ്പെടുന്നുണ്ട്. ഊർജം ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക്, ഒരു കെമിക്കൽ ഫോമിൽ നിന്നും മറ്റൊരു കെമിക്കൽ ഫോമിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, എനർജി ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഊർജത്തിന്റെ വിനിയോഗം ഏറ്റവും അധികം വേണ്ടി വരുന്നത് ഇവയെല്ലാം ചേർന്നിട്ട് അതിന്റെ പൂർണ്ണമായ സൃഷ്ടിയിലേക്ക് ചേരുമ്പോഴാണ്. സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് സാമ്പാറിലെ കഷ്ണങ്ങള്, മുരിങ്ങക്കായ, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ ഒരുമിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ സാമ്പാർ ആകില്ല. അതിനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ അടുപ്പത്ത് വെച്ചിട്ട് ഒരു പ്രത്യേക ക്രമത്തിൽ അതിനെ ചൂടാക്കി 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 കൊണ്ടുവരണം.
ഈ ചൂടാക്കി കൊണ്ടുവരുന്നതിനനുസരിച്ചാണ് സാമ്പാർ ഉണ്ടായി വരുന്നത്. ചൂടാക്കുന്ന സമയത്ത് അടിയിൽ നിന്നും തീ കൊടുത്തുകൊണ്ടിരിക്കണം. ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചൂടാണ് സാമ്പാറിനെ സാമ്പാറാക്കി കൺവെർട്ട് ചെയ്യുന്നത്. ഏതൊരു സൃഷ്ടി ഉണ്ടാകുമ്പോഴും സൃഷ്ടിയുടെ ചേർച്ച ഉണ്ടാകണമെങ്കിൽ അതിന് ഉയർന്ന ഊർജം വേണ്ടി വരും. സൃഷ്ടിക്ക് ഉയർന്ന ഊർജം വേണ്ടി വരുന്നത് ആ സൃഷ്ടിയുടെ സമയത്ത് എത്രയാണോ അതേപോലെ തന്നെ അത് വിഘടിക്കുന്ന സമയത്തും ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും സൃഷ്ടിയുടെ സമയത്ത് ശുദ്ധമായ ഊർജം നല്ല പോലെ വേണ്ടതുണ്ട്. നമുക്കറിയാം എല്ലാ ദ്രവ്യങ്ങളും ഊർജത്തിന്റെ തന്നെ ഫോമുകളാണ്. ഇപ്പൊ നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം എന്ന് പറയുന്നത് ഊർജം തന്നെയാണ്. സ്വപ്നോർജത്തെ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഘടകങ്ങളാണ് ഭക്ഷണം എന്ന് പറയുന്നത്. അതിൽ നിന്നും ശരീരത്തിന് ഊർജം കിട്ടുന്നുണ്ട്, പക്ഷെ അത് ഘടക രൂപത്തിലും പോഷകങ്ങളുടെ രൂപത്തിലുമാണെന്ന് മാത്രം. പക്ഷെ ഈ വസ്തുക്കളെല്ലാം തന്നെ ശരീരത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ, ശരീരകോശങ്ങളുടെ ഭാഗമായി മാറണമെങ്കിൽ അതിന് ശുദ്ധമായ പ്രത്യേക ഊർജം ആവശ്യമായിട്ട് വരും. ഈ പ്രത്യേക ഊർജം, സ്പെഷ്യൽ എനർജി എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? അതിന് നമ്മൾ അന്തരീക്ഷത്തില് അയണീകരിക്കപ്പെട്ടിട്ടുള്ള വായു, അയണൈസ്ഡ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് ബ്രീത്ത് ഇൻ ചെയ്യും. അങ്ങനെ അയണൈസ്ഡ് ഓക്സിജൻ ശരീരത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ആ സൃഷ്ടിക്ക് വേണ്ടുന്ന ഊർജത്തെ കണ്ടെത്തുന്നത്. അതുതന്നെ നമ്മുടെ മനുഷ്യന്റെ രതിയുടെ കാര്യത്തിൽ എന്താണ് ഉണ്ടാവുന്നത്? ആ സ്ഖലനത്തിന്റെ സമയത്ത്, ആ ബീജദാനം നടക്കുന്ന സമയത്ത്, ബീജദാനത്തിന് ശേഷം ഉടനെ തന്നെ സൈഗോട്ടായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആ ബീജദാനത്തിന്റെ സമയത്ത് ഉയർന്ന രീതിയിലുള്ള ഊർജത്തെ സ്വീകരിക്കാനായിട്ട് ഉയർന്ന രീതിയിലുള്ള ശ്വാസോച്ഛ്വാസം നടത്തുന്നത് നമുക്ക് അനുഭവിക്കാനാകും. അപ്പോ മനസ്സിലാക്കേണ്ടത്, ഏത് ഉയർന്ന ഒരു സൃഷ്ടി നടക്കുമ്പോഴും, ഒരു സൃഷ്ടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ശുദ്ധമായ ഊർജം വേണ്ടിവരും. അതിനകത്തുള്ള ഊർജം മാത്രം മതിയാകില്ല. സ്വയം നിർദ്ധാരണ സംവിധാനമാണ് ജീവൻ എന്ന് പറയുമ്പോൾ പോലും ആ ജീവന് അതിനകത്തൊരു സൃഷ്ടി നടത്തണമെങ്കിലും പുതുതായി അതിന്റെ തന്നെ പതിപ്പുണ്ടാക്കണമെങ്കിലും ഊർജം എന്നുള്ളത് അത്യാവശ്യമാണ്. അത് അകത്ത് ഉണ്ടായിട്ടുള്ള ലീന ഊർജം മതിയാകില്ല. പുറത്തു നിന്നുമുള്ള ശുദ്ധമായ ഊർജത്തിന്റെ ഇടപെടൽ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഈ ശുദ്ധ ഊർജം അകത്തേക്ക് ലഭിക്കുമ്പോൾ മാത്രമേ സൃഷ്ടി ഉണ്ടാവുകയുള്ളൂ എന്നത് ഓർക്കുക. ഇത് ശരീരകോശത്തിനാണെങ്കിലും ശരി, ശരീരത്തിനാണെങ്കിലും ശരി, കുടുംബത്തിനാണെങ്കിലും ശരി, സംഘടനയ്ക്കാണെങ്കിലും ശരി, രാഷ്ട്രത്തിനാണെങ്കിലും ശരി, ശുദ്ധമായ പ്രത്യേക ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടി നടക്കുകയുള്ളൂ എന്നത് നിരന്തരമായിട്ട് ഓർക്കുക. സുസ്ഥിര ജീവന സമൂഹത്തിന്റെ ഓരോരുത്തരും ഈ ഒരു ബോധ്യത്തിലായിരിക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം അവതരിപ്പിച്ചത്. ആ ബോധ്യം നിങ്ങളിലേവരും ഉണർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.